നമസ്കാരം. കഴിഞ്ഞ മെയ് 4 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഫലം പുറത്തു വന്നതോടുകൂടി ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ഭീഷണികൾക്കും ഒരു പരിഹാരമുണ്ടായി എന്നാണ് പലരും കരുതുന്നത്, പലരും എഴുതുന്നത്. പക്ഷേ അത് എത്രത്തോളം സത്യമാണ് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പശ്ചിമ ബംഗാളിൽ കൂടി BJP ഭരണത്തിൽ വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിനെ ചുറ്റി തന്നെ BJPയുടെ ഭരണമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. ഒരു തമാശയായിട്ട് ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറേ നാൾ ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസറായി ജോലിയെടുത്ത മുഹമ്മദ് യൂനസ് എന്ന അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഏജൻറ്റ്, പക്ക ഹിന്ദു വിരുദ്ധനായ മനുഷ്യൻ, അയാൾ പറഞ്ഞു വെക്കാൻ ശ്രമിച്ച ഒരു തിയറി ഉണ്ടായിരുന്നു. ആ തിയറി അനുസരിച്ച് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കടലിലേക്കുള്ള ആശ്രയം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ തിയറി. ആ തിയറിയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ബാക്കിയുള്ള ഭാരതത്തിൻ്റെ ഭൂവിഭാഗത്തിൽ നിന്ന് വേറിട്ട ഒന്നാണ് എന്നും അതിന് ബംഗ്ലാദേശുമായാണ് കൂടുതൽ താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുക എന്നുമുള്ള വളരെ കുടില തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തിയറിയാണ് അദ്ദേഹം പങ്കുവെക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചിക്കൻ നെക്കിനെ കുറിച്ച് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. സിലിഗുരി നെക്കെന്ന് നമ്മൾ പറയുന്ന 22 കിലോമീറ്റർ വീതിയുള്ള ആ ഇടനാഴി ഭാരതത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുന്ന ഇടനാഴിയാണ്. അതിന് വളരെ വീതി കുറഞ്ഞ ചില പ്രദേശങ്ങളുണ്ട്. അവിടെ വെറും 22 കിലോമീറ്റർ മാത്രമാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൽ നിന്ന് വേറിട്ട് പോകുമെന്നുള്ള ഒരു വലിയ സ്വപ്നം എല്ലാ രാജ്യവിരുദ്ധരും കഴിഞ്ഞ കുറേ കാലങ്ങളായി കൊണ്ടു കിടക്കുന്നുണ്ട്. ഷർജിൽ ഇമാമൊക്കെ, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഷർജിൽ ഇമാമൊക്കെ പറഞ്ഞത് ഇതാണ്. എങ്ങനെയും ഭാരതത്തെ ഒന്ന് കഷ്ണങ്ങളാക്കുക എന്നുള്ള ആഗ്രഹമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഭാരതത്തിനുള്ളിലെ ഈ പറയുന്ന രാജ്യവിരുദ്ധർക്കും ഒക്കെ എക്കാലത്തും ഉള്ളത്. മുഹമ്മദ് യൂനസും ഇതേ കാര്യമാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ മുഹമ്മദ് യൂനസ് പറഞ്ഞ ആ സിലിഗുരി നെക്ക് അല്ലെങ്കിൽ ആ ചിക്കൻ നെക്ക് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് തന്നെ ഒരു ചിക്കൻ നെക്കായി മാറി എന്നുള്ള തമാശയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പങ്കുവെക്കുന്നത്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളുടെ ബംഗ്ലാദേശിന് ചുറ്റുമുള്ള പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര, മേഘാലയ, അതിനപ്പുറമുള്ള മിസോറാം, ഇതെല്ലാം ബംഗ്ലാദേശിനെ ചുറ്റി ഇങ്ങനെ കിടക്കുന്നു. ഈ സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത് BJP ആണ്. BJPയെ ഉദ്ദേശിച്ച് കാവി നിറമാണ് ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചിക്കൻ നെക്ക് പോലെ ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കിടയിൽ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയാണ് ബംഗ്ലാദേശിലെന്നൊക്കെ പലരും സാമൂഹിക മാധ്യമങ്ങളിൽ തമാശയായി പറയാറുണ്ട്. പക്ഷേ ഈ തമാശകളൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബംഗാളിൽ കൂടി BJP അധികാരത്തിൽ വന്നതോടുകൂടി ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന സുരക്ഷാ ഭീഷണി, അതുവഴി ഭാരതം മൊത്തം നേരിടുന്ന സുരക്ഷാ ഭീഷണി ഒഴിഞ്ഞു പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ കടുത്തു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. കാരണം എന്താണെന്നല്ലേ, അത് ബംഗ്ലാദേശിൻ്റെ നയമാറ്റമാണ്. മുഹമ്മദ് യൂനസ് പോയ ശേഷം പുതിയ ഭരണകൂടം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നപ്പോൾ ഭാരതവുമായി ആ ഭരണകൂടം കൂടുതൽ അടുക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ബംഗ്ലാദേശ് കൂടുതൽ ചൈനയോട് അടുക്കുന്ന കാഴ്ചയും ഭാരതവിരുദ്ധ ശക്തികളുടെ വിഹാരരംഗമായി ബംഗ്ലാദേശ്, പ്രത്യേകിച്ച് ധാക്ക, മാറുന്ന കാഴ്ചയുമാണ് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് യൂനസിൻ്റെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും. ബംഗ്ലാദേശിൽ അതിഭീകരമായ, അതിരൂക്ഷമായ ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങൾ നടക്കുകയാണ്. എല്ലാ പള്ളികളിൽ നിന്നും കാണാവുന്ന എല്ലാ മൗലവിമാരും റോഡിലിറങ്ങിയിട്ടുണ്ട്. അവർ കുറേ പിള്ളേരെയും കൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇന്ത്യയെ തെറി വിളിച്ചുകൊണ്ട്, ഇന്ത്യയെയും ഹിന്ദുക്കളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്, ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് തെരുവിലൂടെ നീങ്ങുന്നത്. വലിയ തോതിൽ അക്രമവും നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ധാക്കയിൽ ഈ ഒരു പ്രകടനം നടക്കുന്നത് എന്തിനാണ്? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നതുകൊണ്ടാണ്. അതായത് ബംഗ്ലാദേശിനുള്ളിൽ ഹിന്ദുക്കളെ, ന്യൂനപക്ഷങ്ങളെ കൊല്ലാം, അവരെ പരസ്യമായി തല്ലിക്കൊല്ലാം, അവരുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കാം, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാം, എന്തും ചെയ്യാം. അതൊക്കെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഭാരതത്തിൽ ഒരു ഹിന്ദുത്വ ഭരണകൂടം എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വിശേഷിപ്പിക്കാവുന്ന
ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ ബംഗ്ലാദേശികൾക്കാണ് ഏറ്റവും കൂടുതൽ നിരാശയും സങ്കടവും ദേഷ്യവും വരുന്നത്. ഇതാണ് ഈ ഇരട്ടത്താപ്പ്. അതെന്തോ ആകട്ടെ, പക്ഷേ ഈ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ പ്രകടനം, ഈ ഒരു എതിർപ്പ് അങ്ങനെ വെറും ഓർഗാനിക്കായിട്ടുണ്ടായതല്ല എന്നാണ് ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ട്. ഈ കൃത്യമായ ഭാരതവിരുദ്ധ വികാരം ബംഗ്ലാദേശിൽ അലയടിക്കുന്നതിന് പിന്നിൽ ചൈനീസ് ഇൻ്റലിജൻസായ MSS ഉണ്ട് എന്നാണ് ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ചൈനയുടെ ഇൻ്റലിജൻസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ കാര്യമായിട്ട് ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട് ബംഗ്ലാദേശിനുള്ളിൽ. അവർ എല്ലാ അർത്ഥത്തിലും ബംഗ്ലാദേശിനുള്ളിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിൽ അവർക്ക് സാധിക്കാഞ്ഞ കാര്യങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ ചെയ്യാനാണ് ചൈനീസ് ഇൻ്റലിജൻസ് ശ്രമിക്കുന്നത്. ചൈന പാകിസ്ഥാനിലും അവരുടേതായ ഒരു സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായി അതുവഴി ഭാരതത്തെ ഉപദ്രവിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ബംഗ്ലാദേശ് വഴി ഭാരത വിരുദ്ധ ഓപ്പറേഷൻസ് നടത്താമെന്ന് ചൈന കരുതുന്നുണ്ട്. ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ട് ചൈന ഏറ്റെടുത്ത അവസ്ഥയാണുള്ളത്. അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. നോർത്തേൺ ബംഗ്ലാദേശിൽ, അതായത് സിലിഗുരി നെക്കിന് വളരെ ചേർന്ന് കിടക്കുന്ന ലാമുനീർ എയർബേസ് ചൈനയാണ് ഇപ്പോൾ വികസിപ്പിക്കുന്നത്. ഈ എയർബേസ് കാര്യമായ പ്രവർത്തനമൊന്നുമില്ലാതെ വർഷങ്ങളോളം കിടന്നതാണ്, കാടുപിടിച്ച് കിടന്നതാണ്. ഇപ്പോൾ ആ എയർബേസ് ബംഗ്ലാദേശ് വികസിപ്പിക്കാൻ തീരുമാനമെടുത്തത് യഥാർത്ഥത്തിൽ ചൈനയുടെ പ്രേരണയിലാണ്. എന്തുകൊണ്ടാണ് സിലിഗുരി നെക്കിന് ഭാരതത്തിൻ്റെ, അതായത് വടക്കുകിഴക്കൻ പ്രദേശങ്ങളുടെ ഒത്ത നടുക്ക് വരുന്ന ഈ പ്രദേശത്ത് ഒരു എയർഫോഴ്സ് ബേസ് ബംഗ്ലാദേശ് ഉണ്ടാക്കുന്നത്? അതിന് ചൈന സഹായം നൽകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് മോംഗ്ല പോർട്ട് ചൈന ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാണ്. ബംഗ്ലാദേശിലെ ഒരു തുറമുഖമാണ് എന്ന് മാത്രമല്ല, ആ തുറമുഖത്തിലേക്ക് എത്താനുള്ള അപ്രോച്ച് റോഡുകൾ, പാലങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചൈനയാണ് ഇപ്പോൾ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പാക്കുന്നതെന്ന് പറയുന്നു. അവിടെ മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഭാരതവുമായി ചേരുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ചൈന ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാന കാര്യം. ആ മൂന്നാമത്തേത് ടീസ്റ്റ റിവർ പ്രോജക്റ്റാണ്. പക്ഷേ ഭാരതം കാര്യമായിട്ട് കണ്ണുവച്ചിരുന്ന മൾട്ടി ക്രോർ പ്രോജക്റ്റാണ് ടീസ്റ്റ റിവറിൻ്റെ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് ഇപ്പോൾ ചൈനയ്ക്ക് പോകുന്നു എന്നുള്ളതാണ് വാർത്ത. അതായത് ഭാരതത്തിന് ആ പ്രോജക്റ്റ് നഷ്ടപ്പെടുന്നു, ചൈന ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു. അങ്ങനെ ചൈനീസ് കോളനിയായിട്ട് ഒരർത്ഥത്തിൽ ബംഗ്ലാദേശ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതെല്ലാം കൂടാതെ ഡിഫൻസ് സപ്ലൈയും വർദ്ധിപ്പിക്കാൻ ചൈന തീരുമാനിച്ചു എന്ന് പറയുന്നു. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എയർക്രാഫ്റ്റ് മുതൽ മിസൈൽ വരെയുള്ള സകല സാധനങ്ങളിലെയും ഭൂരിപക്ഷവും വരുന്നത് ചൈനയിൽ നിന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാനിൽ 81% ഏതാണ്ട് അത്രയും തന്നെ ബംഗ്ലാദേശും ചൈനീസ് ഉൽപ്പന്നങ്ങളെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആശ്രയിച്ചാണ് അവരുടെ സെക്യൂരിറ്റി ഡിഫൻസ് കൊണ്ടുപോകുന്നത്. അത് ഇനിയും വർദ്ധിപ്പിക്കും ബംഗ്ലാദേശ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം. ഇനി ഇതൊക്കെ കൂടാതെ ബംഗ്ലാദേശ് മുഹമ്മദ് യൂനസിൻ്റെ കാലം തൊട്ട് പറയുന്ന ഒരു പ്രധാന കാര്യം, ഞങ്ങളാണ് ഈ പ്രദേശത്തെ കടലിൻ്റെ കാവൽക്കാരെന്നാണ് പറയുന്നത്. അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആർക്കും തന്നെ നേരിട്ട് സമുദ്രത്തിലേക്ക് ആക്സസ് ഇല്ല, നേരിട്ട് സമുദ്രാതിർത്തിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കൂടി ഞങ്ങളായിരിക്കും ഇനിയും കടലിൻ്റെ ആക്സസ് നിയന്ത്രിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയറിയാണ് യൂനസ് കൊണ്ടുവന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തിയറിയെ പ്രാക്ടിക്കലാക്കാനുള്ള ബംഗ്ലാദേശിൻ്റെ നീക്കങ്ങൾക്ക് ചൈന പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ ചൈനയുടെ നുഴഞ്ഞുകയറ്റം ബംഗ്ലാദേശിൽ ഏതാണ്ട് പൂർത്തിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിനൊക്കെ അപ്പുറമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദി പ്രസ്ഥാനങ്ങൾക്ക് ചൈന തുടക്കം മുതൽ കൊടുത്തുകൊണ്ടിരുന്ന സഹായം. ആ സഹായം ഏതാണ്ട് നിന്ന അവസ്ഥയായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും അത്തരം സഹായങ്ങൾ ചൈനീസ് ഇൻ്റലിജൻസ് വിഘടനവാദി പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഇഷ്യൂവിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ മണിപ്പൂരിനെ സംബന്ധിച്ച് പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും പറയുന്നത് മണിപ്പൂരിൽ പ്രശ്നങ്ങൾ തീരാത്തത് ചൈനയുടെ ഇടപെടൽ അവിടെ സജീവമായതുകൊണ്ടാണ് എന്നാണ്. ഒരു പ്രശ്നം തീരുമ്പോൾ അവിടെ നിന്ന് അടുത്ത പ്രശ്നം തുടങ്ങുന്ന കാഴ്ചയാണ് മണിപ്പൂരിൽ കാണുന്നത്. ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല, ഇത് കൃത്രിമമായിട്ട്
ഈ പറയുന്ന പല ഗ്രൂപ്പുകളെ തമ്മിലടിപ്പിച്ച് ചൈനീസ് ഏജൻറ്റുമാർ ചെയ്യുന്ന പ്രശ്നമാണ്. കാരണം മണിപ്പൂരിനെ ശാന്തമല്ലാതാക്കി നിർത്തുക, മണിപ്പൂരിൽ അശാന്തി നിലനിർത്തുക എന്നുള്ളത് ചൈനയുടെ ഒരു ആവശ്യമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കാൻ ചൈന ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഒരു സംവിധാനം ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, വലിയ കാര്യങ്ങൾ ചെയ്യാൻ പദ്ധതിയുണ്ട്, അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ അത്ര എളുപ്പമല്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഏതാണ്ട് 4100 കിലോമീറ്റർ അതിർത്തിയുണ്ട് ഭാരതവും ബംഗ്ലാദേശും തമ്മിൽ. അത് ചെറിയൊരു അതിർത്തിയല്ല. ഈ 4100 കിലോമീറ്ററിൽ ഏതാണ്ട് 857 കിലോമീറ്റർ ഇപ്പോഴും നമ്മൾക്ക് വേലിയില്ല, തുറന്ന പ്രദേശമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ചതുപ്പ് നിലങ്ങളും വയലുകളും ഒക്കെയാണ്, തുറന്നു കിടക്കുകയാണ്. ഈ 857 തുറന്നു കിടക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ BSFന് ആദ്യം തന്നെ ശ്രീ സുവേന്ദു അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഉത്തരവ് തന്നെ ഈ പ്രദേശത്ത് BSFന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവിടെ വേലി പണിയാൻ. പക്ഷേ അപ്പോഴും പണിയാൻ പോകുന്നത് 200-ൽ താഴെ കിലോമീറ്റർ പ്രദേശത്ത് മാത്രമാണ് വേലി കെട്ടാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അത് ആദ്യഘട്ടമാവട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും ഒരു 400 കിലോമീറ്ററോളം വീണ്ടും തുറന്നു തന്നെ കിടക്കും കുറച്ച് നാളെങ്കിലും. കാരണം അതിൻ്റെ പ്രൊസീജിയർ ഇനി അടുത്ത ഘട്ടത്തിലേ നടക്കുകയുള്ളൂ. അപ്പോൾ എത്ര ഗുരുതരമാണ് ഈ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചെറിയ തോതിലൊന്നുമല്ല ഈ തുറന്ന വേലികൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് മനുഷ്യർ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് കുടിയേറാൻ വേണ്ടി മാത്രവുമല്ല, വലിയ തോതിൽ മയക്കുമരുന്നും വലിയ തോതിൽ ആയുധക്കടത്തും എല്ലാ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസും ഈ ബോർഡറിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ത്രിപുര അതിർത്തിക്ക് അടുത്ത് ബംഗ്ലാദേശികളുടെ 10 പേരുടെ ഒരു സംഘത്തെ BSF തടഞ്ഞു നിർത്തുകയും ചോദ്യം ചെയ്തപ്പോൾ അവർ BSFന് നേരെ നിറയൊഴിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ തിരിച്ചുള്ള വെടിവെപ്പ് 2 പേര് കൊല്ലപ്പെട്ടു. ഈ 2 പേരും ബംഗ്ലാദേശികളാണ്. ഒരാൾക്ക് 40 വയസ്സ്, ഒരാൾക്ക് 22 വയസ്സ്. 2 പേരും കാരിയേഴ്സാണ്, മയക്കുമരുന്നിൻ്റെ കാരിയേഴ്സാണ്. അവർക്ക് വേണ്ടിയിട്ടും കണ്ണീരൊഴുക്കാൻ മലയാളിയുണ്ട് എന്നുള്ളത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത് എന്തിൻ്റെ അസുഖമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പോകുന്നില്ല. പക്ഷേ വലിയ തോതിൽ കള്ളക്കടത്തും മയക്കുമരുന്നും കച്ചവടവും നടക്കുന്ന ഓപ്പൺ ബോർഡേഴ്സാണ് നമുക്ക് ബംഗ്ലാദേശുമായിട്ടുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് ഇത് വേലി കെട്ടി അടച്ചു തീർക്കാൻ സാധ്യമല്ല. മനുഷ്യനെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല അത് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വലിയൊരു ഭീഷണി ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ BJPയുടെ ഭരണം വന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു മുന്നേറ്റമാണ്. അതായത് ഇത്തരം രാജ്യദ്രോഹ ശക്തികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിൽ ഇത്ര വലിയ പ്രശ്നം ഈ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയതും. പക്ഷേ ഇതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല. ചൈനയുടെ ഇടപെടൽ കൂടുതൽ ശക്തമാകും. അത് നമ്മൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതിനെ നേരിടുക, തോൽപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം നമുക്ക് വേറെ യാതൊരു മാർഗവുമില്ല. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.